വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് വ്ളോഗ് അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. ഇന്ന് എനിക്കൊരു ബേബി ഹാമ്പർ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഒന്നും ഞാനിതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. ഇന്ന് ഈ ഒരു സമയത്ത് വേണം അത് സെറ്റ് ചെയ്യാനും പാക്ക് ചെയ്യാനും കൊറിയർ ചെയ്യാനും ഒക്കെ. അപ്പോൾ രാവിലെ എണീറ്റ് മോർണിംഗ് റൂട്ടീൻസും അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹാമ്പറിലാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്യാൻ പോണത്. ഇത് റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഒരു ബേബി ബോയ്ക്കുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഗ്രീൻ അല്ലെങ്കിൽ ഒരു ബ്ലൂ ആ ഒരു ഷെയ്ഡാണ് നോക്കിയിട്ടുള്ളത്. അപ്പം ബ്ലൂ കിട്ടാത്തതുകൊണ്ട് പിന്നെ ഈ ഒരു ഷെയ്ഡ് എടുത്തു. ഇതും നല്ല രസമായിട്ടില്ലേ കാണാൻ. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആ ഒരു ഗോൾഡൻ കളറിലുള്ള ലൈൻസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട്. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. ഈ ഒരു ടേപ്പ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് 2 പീസ് ടാക്കി ടേപ്പ് മാത്രമേ ആ ഓരോ കോർണറിലും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ ലാസ്റ്റ് ഇത് അത്രയും നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഫെവി ബോണ്ടും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബോക്സ് സെറ്റ് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസൊക്കെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. ഇതൊക്കെ കസ്റ്റമർ എൻ്റെ അഡ്രസ്സിൽ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അതായത് അവർ ഓൺലൈനായിട്ട് സെലക്ട് ചെയ്തിട്ട് അഡ്രസ്സ് എൻ്റെത് കൊടുത്തിട്ട് അങ്ങനെയാണ് ഡെലിവറി ചെയ്തിട്ടുള്ളത്. ഇത് ബേബീൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ, ഒരു ടോപ്പ്. നമ്മളധികം ഈ ബേബീനെയൊക്കെ കാണാൻ പോകുമ്പം കുട്ടികൾക്ക് മാത്രമല്ലേ നമ്മൾ ഡ്രസ്സൊക്കെ കൊണ്ടുപോലുള്ളത്. ഇങ്ങനെ പാരൻസിനും കൊണ്ടുപോലുണ്ടോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടെങ്കിലും റെയറായിരിക്കും. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ അത് നല്ലതാണല്ലോ എന്ന് എനിക്കും തോന്നി. പിന്നെ ഇതിലുണ്ടായിരുന്നത് ഒരു സോഫ്റ്റ് ടോയ് ആണ് കേട്ടോ, ഒരു ക്യൂട്ടായിട്ടുള്ള എലിഫൻറ്റിൻ്റെ. പിന്നെ ഇതിൽ ഈ ഒരു ടർക്കിയാണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസും പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ബേബി ബയോഗ്രാഫി ഫ്രെയിമും കൂടെ ആഡ് ചെയ്യാനുണ്ട്. പിന്നെ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സോക്സും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് കേട്ടോ ടോട്ടൽ ഇതിൽ വെക്കേണ്ടത്. ഇനി ഈ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരു ബേബി ബയോഗ്രാഫി ഫ്രെയിമാണ് കേട്ടോ. A5 ആണ് സൈസ് വരുന്നത്. സോ ഞാൻ ആദ്യം ആ ഒരു ഗ്ലാസ് പോയിട്ട് നല്ലോണം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ സാധാരണ നമ്മൾ പാത്രമൊക്കെ കഴുകൂലേ ആ ഒരു ഡിഷ് വാഷർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ സോപ്പ് അതിലേതെങ്കിലും യൂസ് ചെയ്തിട്ട് തന്നെ നല്ലോണം ക്ലീൻ ആക്കിയിട്ടാണ് പിന്നെ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് തുടക്കലുള്ളത്. ഇനി ഞാൻ നേരത്തെ തന്നെ ഫ്രെയിമിന് ആവശ്യമായിട്ടുള്ളത് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേബി ബയോഗ്രാഫി ഫ്രെയിമിൻ്റെ എഡിറ്റിംഗ് വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും കസ്റ്റമർ എനിക്ക് ഒരു മോഡൽ പോലെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ആ ഒരു സെയിം രീതിയിലാണ് കേട്ടോ ഈ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്കെപ്പോഴും ഫ്രെയിമിന് വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പം ഇത് സൈസ് കുറഞ്ഞു പോകുമെന്ന് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ 2-3 പ്രാവശ്യം കുറച്ച് കട്ട് ചെയ്തിട്ടേ ഇതിൽ വെക്കുള്ളൂ. കറക്റ്റ് A5 സൈസിൽ തന്നെ ആയിരിക്കും പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് നോക്കി കട്ട് ചെയ്താൽ മതി. പക്ഷെ എന്നാലും കുറഞ്ഞു പോകുമെന്നൊരു പേടിയാണ്. കാരണം മുന്നേ ഒരു പ്രാവശ്യം അങ്ങനെ സൈസ് കുറഞ്ഞിട്ട് രണ്ടാമതും പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ശേഷം എപ്പോഴും ഇങ്ങനെ ഒരു 2-3 വട്ടം നോക്കിയിട്ടാണ് കട്ട് ചെയ്യുക. അങ്ങനെ ബാക്ക് പോർഷൻ വെച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഈ ഒരു ടേപ്പ് യൂസ് ചെയ്തിട്ട് 4 സൈഡും ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ഒന്നും ഇങ്ങനെ ചെയ്യലില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഒരു പ്രാവശ്യം കൊറിയർ ചെയ്ത സമയത്ത് ഇതിൻ്റെ കോർണർ ഗ്ലാസ് പൊട്ടിയിട്ടൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ കോർണർ ഇങ്ങനെ വിട്ടുപോയിരുന്നു കുറച്ച്. അതായത് ഇതിങ്ങനെ ഒരു ക്ലിപ്പ് ചെയ്ത് വെക്കുകയല്ലേ ചെയ്യുക. 4 പീസ് ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യുകയല്ലേ ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കൊറിയർ ചെയ്യുന്ന സമയത്തൊക്കെ വെയിറ്റ് കൂടുതൽ വരുമ്പോഴോ അങ്ങനെയൊക്കെ ഇതിങ്ങനെ ഇളകി പോരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പ് കൂടാനും ഇത് 2 പീസ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം ഞാനിങ്ങനെ നല്ലോണം സ്റ്റിക്ക് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ കൊറിയർ ചെയ്യലുള്ളത്. അങ്ങനെ ഫ്രെയിം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ഹാമ്പറിലെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് പറ്റിയ വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിയ ഹാമ്പർ സൈസ് കുറഞ്ഞു പോയി. ശരിക്കും സൈസ് കുറഞ്ഞതല്ല, കാരണം കസ്റ്റമർ നമുക്കൊരു പ്രൈസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങണത് വേണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് വലിയ ഹാമ്പർ വാങ്ങാൻ വയ്യല്ലോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു ടർക്കി ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് നല്ല സൈസ് ഉണ്ടായിരുന്നു, ഇതിലിങ്ങോട്ട് ഒതുങ്ങി നിൽക്കണില്ല. അതുപോലെ ആ ഒരു ടോയ് ആണെങ്കിലും അത്യാവശ്യം സൈസ് ഉണ്ടല്ലോ. എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് ടോയ് ഇതിൽ കൊള്ളുന്നുണ്ടായിരുന്നു. പക്ഷേ ടർക്കി വെക്കാൻ പറ്റും, എന്നാലും ഇതൊരു വൃത്തിയിൽ ക്ലോസ് ചെയ്യാനോ അങ്ങനെയൊന്നും കഴിയുന്നില്ലായിരുന്നു.
അങ്ങനെ ഞാൻ കുറേ സമയം അതെങ്ങനെ വെക്കും എന്നൊക്കെ ആലോചിച്ച് എന്തെങ്കിലും വേറെ വഴിയുണ്ടോ എന്നൊക്കെ കുറേ നോക്കി. പിന്നെ ഒരു റിബൺ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കെട്ടി നോക്കി. അപ്പം കുറച്ചൊന്ന് ഒതുങ്ങി നിന്നു, എന്നാലും അത്ര അങ്ങോട്ട് ബോക്സിൻ്റെ ഉള്ളിലായിട്ട് നിൽക്കണില്ലേന്നു. പിന്നെ ഫ്രെയിമും കൂടെ വെച്ചപ്പം തീരെ ക്ലോസ് ചെയ്യാൻ പറ്റാത്ത പോലായി. എന്തായാലും ഫ്രെയിം നമ്മളിതിൽ വെച്ചിട്ടല്ലല്ലോ കൊറിയർ ചെയ്യുമ്പം പാക്ക് ചെയ്യുക, സെപ്പറേറ്റ് അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ച് സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ട് പിന്നെ കസ്റ്റമർ കൊടുക്കുന്നതിന് മുന്നേ അവരെടുത്ത് ഇങ്ങനെ ഇതിനുള്ളിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ പറയാമെന്ന് കരുതി. പിന്നെ ഒന്നുകൂടെ നല്ലോണം പ്രസ് ചെയ്ത് വെച്ചപ്പം ഏകദേശം അതൊന്ന് ഒതുങ്ങി നിന്ന പോലായി. അതിൻ്റെ ശേഷം പിന്നെ ഈ ഒരു ലിഡിൻ്റെ പോർഷനാണ് കേട്ടോ ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ വിചാരിക്കുന്നത് ഒരു പേപ്പർ ഇങ്ങനെ രണ്ട് സൈഡിലുമായിട്ട് ഗ്ലൂ ആക്കി സ്റ്റിക്ക് ചെയ്തിട്ട് അതിൽ ഈ സോക്സ് ഇങ്ങനെ ഹാങ് ചെയ്തിടുക, മീൻസ് ക്ലിപ്പ് ചെയ്തിടുന്ന പോലെ വെക്കാമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫെവിബോണ്ട് യൂസ് ചെയ്തിട്ട് രണ്ട് സൈഡിലുമായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നല്ലോണം വലിച്ച് പിടിച്ചിട്ട് വേണം കേട്ടോ ഒട്ടിക്കാൻ. കാരണം നമ്മൾ കുറച്ച് താഴേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ലൂസായിട്ട് സ്റ്റിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹാങ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ലൂസാവും. അപ്പോൾ നമ്മൾ നല്ല ടൈറ്റായിട്ട് ഒട്ടിച്ചാലേ ഹാങ് ചെയ്തിടുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു വൃത്തിക്ക് നിൽക്കുള്ളൂ. അപ്പം ഈ ഒരു സൈഡിൽ ആ ഒരു ഗ്ലൂവിൻ്റെ മാർക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 സ്റ്റാറിൻ്റെ സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു വുഡൻ ക്ലിപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ഹാങ് ചെയ്യണത്. അത് കുറച്ചൊരു വലിയ സൈസിലുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഇതുപോലെ 4ഉം ഒന്ന് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ആ ഒരു ക്ലിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങി പോവാതിരിക്കാൻ ഇപ്പം നമ്മളിത് ക്ലോസ് ചെയ്യുന്ന സമയത്തൊക്കെ അത് ഒന്നിങ്ങനെ മുന്നിലേക്കായി വരുമല്ലോ. അപ്പം അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു 4 ക്ലിപ്പിൻ്റെ ബാക്കിലായിട്ട് ഡബിൾ സൈഡഡ് ടാപ്പ് യൂസ് ചെയ്തിട്ട് ചെറിയ പീസ് വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ കുറച്ച് സ്പേസ് കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇതുപോലെ 3 ബട്ടർഫ്ലൈസും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ആയപ്പം ഹാമ്പർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ പിന്നെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. കാരണം ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ പോയിട്ട് ഫുഡ് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ഒരു ഫ്രെയിമിൻ്റെയും ഹാമ്പറിൻ്റെയൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഫർ ക്ലോത്തൊക്കെ കൊണ്ടിട്ട് സിറ്റ് ഔട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാരണം ഇതിപ്പോൾ അത്യാവശ്യം നല്ല രാവിലെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് സിറ്റ് ഔട്ടിൽ നല്ല വെളിച്ചമുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ കുറച്ചും കൂടെ അപ്പുറത്തെ സൈഡിലാവും. അപ്പോൾ ഇവിടെയാണെങ്കിൽ എനിക്ക് കുറച്ച് സൗകര്യമായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഈ ഒരു സമയത്ത് തന്നെ എടുക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ഫ്രെയിമിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ വേറെ പ്രോപ്സോ ഒന്നും വെച്ചിട്ടില്ല, ഫ്ലവർ ബഞ്ചോ ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഈ ഒരു ഫർ ക്ലോത്ത് മാത്രം. കാരണം ഒന്നാമത് എനിക്ക് ടൈം ഉണ്ടാവില്ലേ എന്നുള്ളൊരു പേടിയുണ്ട്. കാരണം വേഗം ഇത് പാക്ക് ചെയ്തിട്ട് ഡെലിവറി ചെയ്യണം. അങ്ങനെ അതിൻ്റെയും ഹാമ്പറിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് പാക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ ഫ്രെയിം ഒരു ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിലാക്കിയിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് തെർമാക്കോൾ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ ഏതൊക്കെയോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെയും ഇതിൽ പറഞ്ഞിട്ട് ബോറടിപ്പിക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ തെർമാക്കോൾ യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് 4 സൈഡും കോർണറും ഒക്കെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ടാപ്പ് യൂസ് ചെയ്തിട്ട് ഫുള്ളൊന്ന് ചുറ്റിയിട്ടും കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ ബബിൾ റാപ്പർ യൂസ് ചെയ്തിട്ടും കൂടെ ഒന്ന് കവർ ചെയ്യും. നെക്സ്റ്റ് ഹാമ്പർ പാക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു ഹാമ്പർ വാങ്ങിയപ്പം ഒരു ക്ലിൻ റാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ മാത്രം ഇങ്ങനെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ ആ ഒരു റിബൺ വെച്ച് കെട്ടിയിട്ട് പിന്നെ ബബിൾ റാപ്പർ യൂസ് ചെയ്തിട്ടാണ് കവർ ചെയ്യണത്. അങ്ങനെ രണ്ടും കവർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുമിച്ച് വെച്ചിട്ടാണ് കേട്ടോ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് ടാപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ബ്രൗൺ ചാർട്ട് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടാപ്പ് യൂസ് ചെയ്തിട്ട് ഫുള്ളൊന്ന് സെക്യൂർ ആക്കി കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് മുകളിലായിട്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് DTDC വഴിയാണ് കേട്ടോ അയക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഡാമേജ് ആവും എന്നുള്ള പേടിയൊന്നുമില്ല. ഇന്ത്യ പോസ്റ്റ് ആണെങ്കിൽ ഇത്രയൊന്നും പാക്ക് ചെയ്താൽ പോരാ. അങ്ങനെ പാക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ഞാൻ വേഗം പോയി റെഡി ആയിട്ട് ജസ്റ്റ് ഡെസ്കും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ കൊറിയർ ചെയ്യാൻ വേണ്ടി പോവുക ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ. സോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.